ഡൈനിങ് ഏരിയ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, എന്നാലും ഞാനത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സീന് സെറ്റ് ചെയ്യാൻ ഈ പിന്നെ നമ്മളെ സെക്ഷൻ പ്ലെയിൻ ആണ് ഓപ്ഷൻ. അതവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, ഈ സെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ടിക്കറ്റ് എടുത്താൽ മതി, അപ്പോൾ അതവിടെ വരും. ഓക്കെ, സെക്ഷൻ. അതിനകത്ത് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് എവിടെയാണോ വെക്കുന്നത്, ഇപ്പോൾ ഇതിങ്ങനെ വെക്കുന്നത് കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ഇതിപ്പോൾ ഈ ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, ഇങ്ങോട്ട് വെക്കുമ്പോൾ റെഡ്, മുകളിൽ വെക്കുമ്പോൾ ബ്ലൂ, ഇവിടെ ഗ്രീന്, ആ ഒരു രീതിയിൽ കാണും. അപ്പോൾ എവിടെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത്, അതായത് കട്ട് ചെയ്യാൻ മീൻസ് അതിൻ്റെ ഉള്ളിലോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ഓപ്പൺ വെക്കുക, ഓക്കെ അടിക്കുക. ഇതിങ്ങനെ ഓറഞ്ച് കളറിൽ കാണും. അപ്പോൾ അതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ഷെയ്ഡായിട്ട് മാറും. അതിനുശേഷം മൂട്ടുകൾ എടുത്തിട്ട് നമുക്ക് വേണ്ട അത്ര കട്ട് ഇങ്ങനെ മൂവ് ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ കട്ടായിട്ട് വരും. ഓക്കെ, ഇത് ആക്ച്വലി കട്ടായി പോകുന്നില്ല, നമുക്കിത് എന്താ പറയുക, ഇവിടെ ഇത് ഓഫ് ചെയ്താലും അറിയാം, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയിലാണത്, ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ട്, ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലാതും കൂടി ഇങ്ങനെ കിടക്കുന്ന, ഇതൊക്കെ കൂടി ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നില്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേ സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞ സാധനം ഓഫ് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം ഇങ്ങനെ വരിക. തൽക്കാലം ഞാൻ സീന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇയർ ലെവലിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ആനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആഡ് സീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു സീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമതൊരു സീന് വേണമെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആഡ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടും. ഇനിയിപ്പോൾ നമുക്കത് പിന്നെ ഈ സീനിപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി മൂവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ സീനിമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് തന്നെ പോകും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരിക, പിന്നെ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ഈ സീനിലോട്ട് തന്നെ പോകും. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ സീന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആനിമേഷനായിട്ട് പോകുന്നില്ലേ, ഇത് നമുക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് സീനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ സീന് വരാൻ. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂവിൽ വന്നിട്ട് ആനിമേഷനിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ടാവും. അതിനകത്ത് പിന്നെ ഈ സീനിൽ 0 ആയി കൊടുക്കുക, 1 സെക്കൻഡ് ഉള്ളത് 0 ആക്കുക. പിന്നെ എനേബിൾ സീൻ ട്രാൻസാക്ഷൻ എന്നുള്ളത് ഓഫ് ചെയ്യുകയും ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രാൻസാക്ഷന് കാര്യങ്ങളുണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തും. ഇത് രണ്ടും നമ്മളപ്പം സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സീൻ ഒന്നും കൂടി, ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ സീന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യൽ എൻസ്കേപ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സീന് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഓക്കെ, സീലിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ സെക്ഷൻ കട്ട് ചെയ്തത്. ഓക്കെ, നമ്മൾ സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ സീലിങ്ങിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ സീന് ഓക്കെ, ഇങ്ങനെ 5 സീനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സേവ് അടിക്കുക. അതിനുശേഷം എൻസ്കേപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എൻസ്കേപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന മെത്തേഡുകളാണ് ഞാൻ പറയുന്നത്. പലരും പല രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുക.
ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ലാൻഡ്സ്കേപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവമൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. ഇത് പിന്നെ നമ്മളെ വ്യൂ മാനേജ്മെൻ്റ് ആണ്, നമ്മൾ സീന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സ്കെച്ചപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള സീനുകളൊക്കെ ഇവിടെ കാണിക്കും. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എഡിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ അത് ആ ഒരു രീതിയിൽ സേവ് ആവും. അങ്ങനെയാണ് സീൻ മാനേജ്മെൻറ്റ് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് വരുന്നത് അസറ്റ് ലൈബ്രറിയാണ്. നമ്മൾ പിന്നെ ശരിക്കും അസറ്റ് ലൈബ്രറി കാണിച്ചിട്ടില്ലല്ലേ. ഈ ഒരു സംഭവം കണ്ടോ, ഈ അസറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഈ ഒരു സെയിം സാധനം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുന്നത്. ഇത് നമുക്ക് റണ്ടർ സ്ക്രീനിൽ ഇപ്പോൾ എന്തെങ്കിലും അസറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് അവിടെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ റണ്ടർ സ്ക്രീൻ തന്നെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഏരിയകളിൽ ഒരേ സമയം ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം അതിനെ ഡിലീറ്റ് ആക്കുകയാണ്. പിന്നെ വരുന്നത് ഈ സൈറ്റ് കോണ്ടസ്റ്റ് ആണ്, അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് നമ്മളെ വീഡിയോ എഡിറ്ററിൻ്റെ ആണ്. ഇതാണ് നമ്മളെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ. അത് ഞാൻ പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഇവിടെ കീ ഫ്രെയിം കൊടുക്കുക. ഇവിടെ കീ ഫ്രെയിം രണ്ടാമത് എവിടെയാണ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് മൂവ് ആവുന്ന രീതിയിൽ ആനിമേഷനായിട്ട് കിട്ടും. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ടൈം കാര്യങ്ങളാണ്, എത്ര ടൈം വേണം എന്നുള്ളത്. പിന്നെ ഈസിനും ഈസ് ഔട്ടും, അതായത് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിട്ട് സ്മൂത്തായിട്ട് അവസാനിക്കുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് ഈസിന് ഈസ് ഔട്ട്. പിന്നെ ഇത് ക്യാമറ ഷെയ്ക്ക്, നമ്മളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കുലുങ്ങി അതായത് ക്യാമറ ഷെയ്ക്ക് ആവുന്ന രീതിയിലാണ് വരിക. പിന്നെ ഇതാണ് നമ്മളെ സ്ക്രീൻഷോട്ട് ഓപ്ഷൻ, അതായത് റണ്ടറിങ്ങിൻ്റെ ഓപ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ റണ്ടറിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത്. നമുക്ക് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറയും. ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമേജ് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഇത് ബാച്ച് റണ്ടറിങ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ 5 സീന് ഉണ്ടാക്കിയിട്ടില്ല. ഈ 5 സീനും നമുക്ക് ഒരേ സമയം റണ്ടർ ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ എല്ലാതും കൂടി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ മുകളിലത്തെ കള്ളിയിൽ ടിക്കറ്റ് കഴിഞ്ഞാൽ എല്ലാതും കൂടി സെലക്ട് ആവും. ഇനിയിപ്പോൾ സ്പെസിഫിക് ആയുള്ളത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് റണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെ ബാച്ച് ആയിട്ട് റണ്ടർ ആവും. ഓക്കെ, ഇത് ഇൻ്റെ സിസ്റ്റത്തിൽ ഇത് പണി പാടുന്നുണ്ട്, ക്രാഷായി പോകാറുണ്ട് കേട്ടോ. നല്ല പെർഫോമൻസ് ഉള്ള സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, അതല്ലാത്ത കേസിൽ അത് ചിലപ്പം ക്രാഷായി പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇത് ഈ സീന് നേരെ വീറയിലോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷനാണത്. അന്ന് ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ അത് നമുക്ക് 360 ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഇത് ഞാൻ നോക്കലില്ല, എന്താ സംഭവം എന്നറിയില്ല. പിന്നെ ഇത് ഒരു മാപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതായത് നമ്മൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ ഇത് സേഫ് ഫ്രെയിം, അതായത് ഈ ബ്ലാക്ക് ലൈന് വരുന്നില്ല, അതിൻ്റെ ഓപ്ഷനാണ് ഈ സേഫ് ഫ്രെയിം. പിന്നെ ഇത് നമുക്ക് പെർസ്പെക്റ്റീവ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഓക്കെ, അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നില്ല, ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നില്ല. ഞാൻ ഇതൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഓൺ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കാണും. ഓക്കെ, അറിയുന്നുണ്ടാവില്ല എല്ലാവർക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഇത് പിന്നെ വാക്കിംഗ് മോഡ്, ഫ്ലൈ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല, എന്താ സംഭവം എന്നറിയില്ല. ഫ്ലോർ ലെവലെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള തോന്നുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മളെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ, വിഷ്വൽ സെറ്റിങ്സ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് അതിൻ്റെ എന്താ പറയുക മറ്റുള്ള ഓപ്ഷൻസാണ്. ഇപ്പോൾ സിംഗിൾ മോണിറ്ററൊക്കെ യൂസ് ചെയ്യുന്നവർക്കേ ഇപ്പോൾ നമ്മൾ സ്കെച്ചപ്പ് രണ്ടും കൂടി ഒരുമിച്ച് ചിലപ്പം ഇങ്ങനെ കാണില്ല. നമ്മൾ സ്കെച്ചപ്പ് സെലക്ട് ചെയ്യുമ്പോൾ എൻസ്കേപ്പ് താഴെ പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റിങ്സിൽ വരിക, ഈ ഒരു സെറ്റിങ്സ്, ഈ എൻസ്കേപ്പ് വിൻഡോ സെറ്റിങ്സിൽ വന്നിട്ട് ഈ പ്രിഫറൻസിനകത്ത് പിൻ എൻസ്കേപ്പ് വിൻഡോ ഓൺ ടോപ്പ് എന്ന് പറഞ്ഞാലുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മുകളിൽ എപ്പോഴും ഉണ്ടാവും. എൻസ്കേപ്പിന് പ്രിയോറിറ്റി ആയിട്ട് മുകളിൽ തന്നെ ഉണ്ടാവും.
അപ്പോൾ അത് അത്രയും ഓപ്ഷൻസാണ് അതിലുള്ളത്. പിന്നെ നമ്മളെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ, നമ്മളെ വിഷ്വൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് ഓട്ടോ എക്സ്പോഷർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനത് പൊതുവേ കൊടുക്കലില്ല, ഞാൻ മാനുവലായിട്ടാണ് എക്സ്പോഷർ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാറ്. ഓക്കെ, ഇത് രണ്ടും ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഇത് ഓഫ് ചെയ്തിട്ട് പിന്നെ എക്സ്പോഷർ ജസ്റ്റ് ഒന്നിങ്ങനെ എക്സ്പോഷർ അവിടെ തന്നെ കിടന്നോട്ടെ, അതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ ഫീൽഡ് ഓഫ് വ്യൂ ഞാനൊരു 60 ആക്കിയിട്ടുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ. ഓക്കെ, ഒക്കെ നമുക്ക് പിന്നീട് നോക്കിയിട്ട് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ റെൻഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടു. ഇത് ആക്ച്വലി നമ്മൾ ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കാണുന്ന ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വിഷ്വലില്ലേ, ഈ വിഷ്വലാണ് ഈ ഒരു സംഭവം. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നപ്പോൾ കണ്ടോ, നമ്മൾ ഏറ്റവും ലോ ക്വാളിറ്റിയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ചിലവരുടെ സിസ്റ്റമൊക്കെ ഭയങ്കര ഹാങ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയുള്ള ഒരു ഓപ്ഷനാണിത്. ഈ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ തീരെ പറ്റ ലോ ആയിരിക്കും. അൾട്രയിലോട്ട് വരുമ്പോൾ അത് അത്രയും സെറ്റപ്പിൽ മാക്സിമം റെൻഡർ ഔട്ട്പുട്ട് പോലെ തന്നെ നമുക്ക് കിട്ടും. ഇത് ആക്ച്വലി നമ്മൾ റെൻഡറിങ് ഔട്ടിനെ ബാധിക്കുന്ന കാര്യം അല്ല. പിന്നെ ഇതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അതായത് നമ്മളെ ബ്ലർ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ. ഇത് ഓട്ടോ ഫോക്കസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത് ഇത് ഓട്ടോ ഫോക്കസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോക്കൽ പോയിന്റ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് പോയിന്റ് വരും. ഓക്കെ, കണ്ടോ, ഈ വൈറ്റ് പോയിന്റ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും ഫോക്കസ് ആവുക. ഓക്കെ, വേണ്ടോ, ഈ ഒരു പോയിന്റാണ് ടച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്യുക. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഓപ്ഷനിൽ വരുന്നത്. പിന്നെ ഇമേജസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓട്ടോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ഞാൻ ചെയ്യലില്ല, ഞാൻ മാനുവലായിട്ടാണ് ചെയ്യൽ. ഇത് ഹൈലൈറ്റ് ആണ് വരുന്നത്, പിന്നെ അതിൻ്റെ ഷാഡോ കാര്യങ്ങളാണ് വരുന്നത്. രണ്ടും ഞാൻ മാനുവലായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാറാണ്. ഓക്കെ, പിന്നെ വരുന്നത് അതിൻ്റെ കളർ ടെമ്പർ, മറ്റേ സാച്ചുറേഷൻ ആണ്, കളറ് കൂട്ടാനും കുറക്കാനുള്ള. ഓക്കെ, അതും ഞാനൊന്നും ചെയ്യലില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഫോട്ടോഷോപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ ഞാനത് കൊടുക്കൽ. പിന്നെ ഈ കളർ ടെമ്പറേച്ചർ, ഇത് ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യം ഉണ്ടാകും, പക്ഷെ ഞാനത് പൊതുവേ യൂസ് ചെയ്യാറില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് തന്നെയാണ് ഞാൻ ചെയ്യൽ. ഓക്കെ, ഇപ്പോൾ ഇത് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങോട്ട് ആക്കുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിലോട്ട്, ഇങ്ങോട്ട് ആക്കുമ്പോൾ ഒരു വാം ഷെയ്ഡിലോട്ട് വരും. ഓക്കെ, ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുത്തു. പിന്നെ അത് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റില്ല് ഫോട്ടോ ഒക്കെ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഇങ്ങനെ മൂവ് ആകുമ്പോൾ ഒരു ബ്ലർനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഷൻ ബ്ലർ വരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം അത് ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലെൻസ് ഫ്ലെയർ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇന്ത്യയിൽ അത് ശരിക്കും കിട്ടലില്ല എനിക്ക്. കണ്ടോ, ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പറയാം, ഈ ക്യാമറ എടുക്കുമ്പോഴുള്ള ആ ഒരു സംഭവം ഉണ്ടാവില്ല, ലെൻസിൻ്റെ ഒരു എഫക്റ്റ്, അതാണ് സംഭവം. കാണുന്നില്ലേ, ഞാനത് കുറച്ച് വെക്കലുണ്ട്, ഒരുപാടൊന്നും ഞാൻ കയറ്റി വെക്കലില്ല. പിന്നെ ഈ ബ്ലൂം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രകാശം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ കൂട്ടാനനുസരിച്ചിട്ട് ആ ഒരു കത്തി നിൽക്കുന്ന എഫക്റ്റ് അതാണത്. ഞാനൊരു 15-20 മാക്സിമം വെക്കലുള്ളൂ. കാരണം അത് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മളെ സംഗതി കാണാൻ നല്ല രസം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ മൊത്തത്തിലൊരു എല്ലാ റെൻഡറിങ് സോഫ്റ്റ്വെയറിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ലാൻഡ്സ്കേപ്പിലോട്ട് വരുമ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു മങ്ങൽ ഫീൽ ചെയ്യും അത് ഒരുപാടായി കഴിഞ്ഞാൽ. പിന്നെ താഴെ വരുന്ന നമ്മളെ വിഗ്നറ്റി സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് ഞാൻ ഓഫ് ചെയ്യലാണ്. പിന്നെ ഈ ക്രോമാറ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു തരം എഫക്റ്റ്, അത് എന്താണ് കറക്റ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ മതി, നമുക്കൊരു ഒരു എഫക്റ്റ് വന്നതുപോലെ കാണുന്നില്ല, ഒരു റെഡിഷ് കാര്യങ്ങളൊക്കെ അടിച്ച് കൂടെ ഒക്കെ റെഡൊക്കെ കയറി വന്നിട്ട് അത് ഓഫ് ചെയ്യണം. അത് ഞാൻ ഓഫ് ചെയ്യലാണ്, അത് ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ വരുന്നത് അപ്പോൾ അതിനകത്ത് അത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഫോഗാണ്. ഫോഗ് ഞാൻ കൊടുക്കലില്ല, അത് ഫോഗിലൊക്കെ നല്ലപോലെ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഞാൻ ഫോഗ് ഓഫ് ചെയ്യലാണ്. പിന്നെ ഇത് നമ്മളെ സൺ ബ്രൈറ്റ്നസ്. ഓക്കെ,
ഞാൻ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പോൾ ഒരു വിധം ഓക്കെ. ഇത് പിന്നെ ഷാഡോൻ്റെ ഷാർപ്നെസ് ഇത് കണ്ടോ, ഈ ഒരു ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ബ്ലറായിട്ടും ഷാർപ്പായിട്ടും വരും. ഈ ഷാഡോ ഷാർപ്നെസ് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ലേ, ഒരു വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ലൈറ്റിനെ ഷാഡോ. അപ്പം ഞാനത് പൊതുവെ 0 ആക്കിയിട്ട് തന്നെ ഇടലാണ്. ഈ ഒരു ലെവലിലാണ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യൽ. ഓക്കെ. പിന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ, ഇത് മൊത്തത്തിലുള്ള ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ ലൈറ്റ് അല്ലാതെ അപ്പോൾ മൊത്തത്തിലുള്ള ലൈറ്റ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ലൈറ്റ് കൊടുത്തേക്കില്ല. മുകളിൽ സീലിങ്ങിൽ പ്രൊഫൈൽ അടിച്ചിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകളുണ്ട്, ഇവിടെയൊക്കെ ലൈറ്റ് ഇല്ല. അതൊക്കെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് ലൈറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ബ്രൈറ്റ്നസ്. കണ്ടില്ലേ, നമ്മളെ എല്ലാ ലൈറ്റിനെയും ഒരുപോലെ ബാധിക്കും. ഞാൻ ഒന്നും കാട്ടാറില്ല, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ചെയ്യലുള്ളൂ. പിന്നെ ഈ ആംബിയൻറ്റ് ബ്രൈറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്നിനെ കൂട്ടിടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മനസ്സിലാവും അതിൻ്റെ ആ ഒരു എഫക്റ്റ്, ആ ഒരു ഒന്ന് മാറുന്നൊരു ഒരു എന്താ പറയുക, ഒരു എങ്ങനെ ഇപ്പോൾ പറയുക, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതാണ് ഞാൻ എപ്പോഴും 100 ആക്കിയിട്ടുള്ളത്. പിന്നെ വിൻഡ് നമുക്കിപ്പോൾ വീഡിയോ റെൻഡറിങ്ങിനൊക്കെ നമുക്ക് ആവശ്യം വരും. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാനത് ഓഫ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സ്കൈയിൽ വന്നു കഴിഞ്ഞാൽ ഞാനെപ്പോഴും HDR ആണ് യൂസ് ചെയ്യൽ. പക്ഷേ ഇതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അതിൻ്റെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ക്ലൗഡ്സ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക മേഘങ്ങൾ സെറ്റ് ചെയ്യാനുള്ളത്, പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഈ മേഘങ്ങളുടെ ക്വാണ്ടിറ്റി, പിന്നെ ഇതത് എന്താണെന്നുള്ളത് വലിയ മാറ്റമൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഷാർപ്പാവുന്നുള്ളൂ. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള, ഇത് പിന്നെ ഹൈറ്റ് കൂട്ടാനുള്ള, അല്ല ഇത് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാൻ, ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാനുള്ള. ഞാനെപ്പോഴും HDR ആണ് കൊടുക്കൽ. ഇവിടെ ഒരുപാട് സ്കൈകളുണ്ട് കേട്ടോ, നമ്മളിതിങ്ങനെ മാറ്റിയാൽ നമുക്ക് മനസ്സിലാവും. ഡിസേർട്ട്, മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞാനെപ്പോഴും അത് പിന്നെ എന്താ പറയുക HDR ആണ് ലോഡ് ചെയ്യൽ. ഇനി സ്കൈ ബോക്സ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ സ്കൈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് സ്കൈ ബോക്സ് ഫ്രം ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ HDR ഡൗൺലോഡ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് HDR സെലക്ട് ചെയ്ത് കൊടുക്കണം. HDR എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും പൊളിയാവൻ എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. ഇതിനകത്ത് ഇവിടെ ആസെറ്റിൽ വന്നു കഴിഞ്ഞാൽ HDR എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. അപ്പോൾ ഒരുപാട് HDRകൾ വരും. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ അതിൻ്റെ ക്വാളിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ സൈസ് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. 1K 2K എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഒരു 4K തന്നെ എടുക്കലുള്ളൂ. പിന്നെ ഇത് ശ്രദ്ധിക്കണം, EXR ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ EXR മാറ്റി HDR ആക്കണം, എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ആവും. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള HDR ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ HDR എടുത്തിട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള എടുത്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു HDR ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞൊരു HDR ആണ്, ആ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈറ്റസ്റ്റ് പോയിന്റ് ആസ് എ സൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഇതിലിപ്പോൾ ഇവിടെയാണ് നമ്മളെ HDRൻ്റെ സണ്ണ് വരുന്നത്, ഈ ഒരു ഭാഗത്താണ്. പക്ഷേ നമ്മളെ ഈ ഒരു എൻസ്കേപ്പിൻ്റെ സണ്ണ് വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. കാരണം ഇവിടെ ലൈറ്റ് അടിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അത് രണ്ടും കൂടിയും ഒരേ സ്ഥലത്തോട്ട്, അതായത് രണ്ട് സണ്ണും കൂടിയും സെയിം പൊസിഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൈറ്റസ്റ്റ് പോയിന്റ് ആസ് എ സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഇത് അതിൻ്റെ താഴെ വരുന്നത് റൊട്ടേഷനാണ്. അതായത് നമുക്ക് അതിൻ്റെ എന്താ പറയുക പൊസിഷൻ കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൊട്ടേഷൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനുള്ള ഓപ്ഷനാണ് HDRൻ്റെ. ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഈ സണ്ണിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഔട്ട്പുട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ക്വാളിറ്റി കാര്യങ്ങൾ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ ഈ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കംപ്ലീറ്റ് ഏരിയയും സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, HD ഫുൾ HD എന്നൊക്കെ പറഞ്ഞിട്ട്.
അൾട്ര ഒക്കെ ഉണ്ട്, 4K തന്നെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും കസ്റ്റമാണ് കൊടുക്കാറ്. ഞാൻ ചെയ്യുന്ന റെസൊല്യൂഷൻ 3000 വിടുത്തും 2000 ഹൈറ്റും. ഇത്ര സെറ്റപ്പിലേ ഞാൻ എടുക്കലുള്ളൂ, അതിൽ വലുതൊന്നും ഞാൻ എടുക്കലില്ല. ഓക്കെ, എനിക്ക് തന്നെ ധാരാളമാണ്. പിന്നെ അതിൻ്റെ മാപ്പുകൾ എക്സ്ട്രാ വരുന്ന ഡെപ്ത് കാര്യങ്ങൾ ആ ഒരു സംഭവങ്ങളാണ്, അത് ഞാൻ എടുക്കലില്ല പൊതുവെ. അത്ര വലിയ എഡിറ്റിംഗ് ഒന്നും ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്യലില്ല. ഡീറ്റെയിലിങ് കുറച്ചും കൂടി ഡീറ്റെയിലിങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, ഞാനത് റെൻഡർ എടുക്കലില്ല. പിന്നെ വരുന്നത് ഇത് ഏത് ഫയലിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്, PNG, JPEG പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അത് ഞാൻ ഡിഫോൾട്ടായിട്ട് PNG തന്നെയാണ് വരുന്നത്, അത് അങ്ങനെ തന്നെ എടുക്കൽ. പിന്നെ നമുക്ക് ഇവിടെ സേവ് ചെയ്യുന്ന ഫോൾഡർ ഏതെങ്കിലും ഫോൾഡറിലോട്ട് സേവ് ചെയ്യണമെന്നുള്ള ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്യേണ്ട ഫോൾഡർ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അത് വീഡിയോൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഈ ലോസ്ലെസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും, അത്രയും ഡെപ്തിലായിരിക്കും റെൻഡർ ആവുക. ഞാനൊരു മാക്സിമത്തിലാണ് ഇടല്. പിന്നെ അതിൻ്റെ ഫ്രെയിം റേറ്റ് ഞാൻ 60 ഫ്രെയിമിലാണ് ഇപ്പം എടുക്കില്ല. ആദ്യമൊക്കെ 13 30 തന്നെ ധാരാളമാണ്. ഇപ്പം പിന്നെ ഞാൻ 16 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ 360 ചെയ്യുന്നതിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ സീന് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്കെച്ചപ്പിനകത്ത് സേവ് ചെയ്തിട്ടുള്ള സീനുകളില്ലേ, ആ സീനുകളാണ് നമുക്ക് ഇവിടെയും കാണുന്നത്. അപ്പം അതിന് ആ സീനുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ എഡിറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കാണിക്കും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് അലൈന് കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നൊരു സംഭവം, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ലിങ്ക്ഡ് വിഷ്വൽ പ്രീസെറ്റ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം പ്രീസെറ്റ് പറഞ്ഞ ഓപ്ഷനില്ലേ, അത് എവിടുന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ആരോ മാർക്ക് കണ്ടോ, ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ പ്രീസെറ്റ് ഇവിടെ കാണുക. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ സീനിൻ്റെ സെയിം പേര് തന്നെ ഈ ഒരു പ്രീസെറ്റ് ആക്കലുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് സീനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല ലൈറ്റിംഗ് കണ്ടീഷനിലും ആ സീൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സെയിം സാധനത്തിൽ തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും മാറും. ഇപ്പോൾ ഒരു 10 സീൻ സെറ്റ് ചെയ്തിട്ട് ഒരൊറ്റ പ്രീസെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സീനിൽ നമ്മൾ ബ്രൈറ്റ്നസ് 12 വെച്ച് വിചാരിക്കും, രണ്ടാമത്തേത് 40 ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ മൊത്തം പ്രീസെറ്റ് മാറും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഓരോ സീനിനും ഓരോ പ്രീസെറ്റ് സെറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിലോട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും ഈ സെയിം നെയിം കൊടുത്തിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യല്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ സീന് 2 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ റീനെയിം അടിക്കുക, സീൻ 2 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ അത് സീൻ 2 ആവും. എന്നിട്ട് ഇതിവിടെ വന്ന് സെലക്ട് ചെയ്യുക, സീന് 2 സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഈ മൂന്നാമത്തെ സീന് 3 ആണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഈ ഒരു സീന് പറഞ്ഞിട്ടുള്ളടത്ത് 3 ഡോട്ട് അതിമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സീന് 3 ആക്കി കൊടുക്കും. എന്നിട്ട് ഈ ഇതിൻ്റെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സീന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പുറത്ത് ബാധിക്കില്ല. അതായത് സീന് 2 അത് ബാധിക്കില്ല. അത് എപ്പോഴും ആ സീന് 3 മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് സീൻ തന്നെ പക്കാക്കി എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവും നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഈ ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന സീന് പക്ക ആക്കി ലൈറ്റിങ്ങും ഒക്കെ ഓക്കെ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് പോയിട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ആകുമ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെ ചെയ്യേണ്ടതായിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സീന് 1 തന്നെ വരാം. തൽക്കാലം ഞാൻ അങ്ങനെ ചെറുതാക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ സീനൊന്ന് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സേവ് അടിക്കുക. പിന്നെ നമുക്കിതിൻ്റെ ലൈറ്റിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഈ IES ഫയലിൻ്റെ ലൈറ്റ് എത്ര നമ്മൾ കൊടുത്തിട്ട് നോക്കുക. അതായത് ഇപ്പോൾ ഈ IESനൊക്കെ ഇപ്പോൾ ലൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ എൻസ്കേപ്പിൻ്റെ ടൂളിൽ ഈ പ്ലസ് ബട്ടൺ ഇല്ലേ, ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ IES ഫയൽ സെലക്ട് ചെയ്യുക. എല്ലാ ലൈറ്റും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക,
IS ആണെങ്കിൽ IS സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് IS ലൈറ്റിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലൈറ്റ് വ്യൂ പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് ലൈറ്റ് കറക്റ്റ് വരുന്നത്, എക്സ്പോസറായിട്ട് എവിടെയൊക്കെ എടുക്കുന്നത് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് നമുക്കൊന്ന് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ ഇവിടേക്ക് ഈ ഓറഞ്ച് റെഡൊക്കെ കാണുന്നിടത്താണ് ഹൈ ആയിട്ട് കാണുന്നത്, ഇവിടെയൊക്കെ ഓക്കെ ആയിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോൺ തന്നെ ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു 50 ആക്കിയിട്ടുണ്ട്. ഈ HDRIൻ്റെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ആ ഒരു ലൈറ്റിങ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സണ്ണിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഒന്ന് റൊട്ടേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സണ്ണിൻ്റെ പൊസിഷൻ ഇങ്ങനെ കാണും. ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ഈ സണ്ണിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചധികം കയറ്റി വെക്കുക. കുറച്ചധികം കയറ്റി വെക്കുമ്പോൾ നമുക്കതിങ്ങനെ നല്ല ഡെപ്തിൽ കാണാൻ പറ്റും. ഓക്കെ, എവിടെയാണ് സണ്ണ് വരുന്നതെന്ന്. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ സണ്ണ് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരുപാട് സണ്ണ് കയറ്റിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഷാർപ്പായിട്ടുള്ള അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു സുഖമില്ലാത്ത പിക്ചറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം അത് നോക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്താൽ മതി. നമ്മളിങ്ങനെ വാല്യൂ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓരോ സീനിനനുസരിച്ചിട്ടും അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെയൊക്കെയാണ് അത് വരുന്നതെന്ന് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി ലൈറ്റ് ഉള്ളിലോട്ട് വേണമെന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോൻ്റെ പുറത്ത് കുറച്ച് എക്സ്ട്രാ ലൈറ്റുകൾ വെക്കണം. റൂമിൻ്റെ ഉള്ളിലോട്ട് ലൈറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ലൈൻ ടൂൾ എടുക്കുക. ലൈൻ ടൂൾ എടുത്തിട്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരയ്ക്കുക, നേരെ മുകളിലോട്ട് ഒരു ലൈന് വരയ്ക്കുക. ഈ വിൻഡോൻ്റെ അവിടെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ടൂൾ എടുക്കുക, സ്പോട്ട് ലൈറ്റ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമ്മളെ വിൻഡോൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് പൊസിഷനായിട്ട് കിട്ടും. അതിനാണ് നമ്മൾ ഈ ലൈന് വരച്ചത്. ആ ലൈന് ഡിലീറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കുക. മൊത്തം ഒരു 5 കോപ്പി ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 5 കോപ്പി എടുത്തു. അതിന് സെലക്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ചെയ്യുക. താഴോട്ടേക്കും ഒരു 5 കോപ്പി എടുക്കുന്നുണ്ട്. വെച്ച് 5x അടിച്ചു. ഈ എക്സ് അടിച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഇതിൻ്റെ കോപ്പി ഒരു 5 നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. കറക്റ്റ് എത്ര ഗ്യാപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ വെക്കുന്നത് എല്ലാത്തിൻ്റെയും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കീബോർഡിൽ 5 അടിച്ച് എക്സ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 5 കോപ്പി കിട്ടും. പിന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴെ കൊടുന്ന് വെച്ചിട്ട്, ഇപ്പം നമുക്ക് എത്രയാണ് ഗ്യാപ്പ് കൊണ്ട് അവിടെ കൊടുന്ന് വെച്ചിട്ട് സ്ലാഷ് അടിച്ച് 5 അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 5 മൾട്ടിപ്പിൾ കോപ്പി കിട്ടും. ഈക്വലായിട്ട് സെറ്റായിട്ട് വരും. അതാണ് 5x എന്ന് അടിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കോപ്പി മുന്നോട്ട് പോകും. സ്ലാഷ് ഇട്ടിട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ട് വരും. ജസ്റ്റ് ഒന്ന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഇതിനെല്ലാം കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക, ഇപ്പുറത്തെ വിൻഡോൻ്റെ ഫ്രണ്ടിലും കൊടുന്ന് വെക്കുക. ഒരുപാട് അടുത്തേക്ക് അങ്ങോട്ട് വെക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ഇൻറ്റൻസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരുപാട് കൂട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി.
കണ്ടോ, ഇത് കൂട്ടുമ്പോൾ നമുക്ക് സീനിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ ഈ ലൈറ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു 12,000 കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സീന് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇത് റണ്ടർ എടുക്കാൻ ഈ സ്ക്രീൻഷോട്ട് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഇതിപ്പോൾ പെർസ്പെക്റ്റീവ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഓക്കെ, ഇത് പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോ കണ്ടില്ല, ഇത് നമ്മൾ 2 പോയിന്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ സ്ലോപ്പായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളത് മസ്റ്റായിട്ട് 2 പോയിന്റ് തന്നെ ചെയ്യണം. അത് 2 പോയിന്റ് ആക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ലെവലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ഇതിനെ റണ്ടർ അടിക്കാൻ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള ബ്രൈറ്റ്നെസ്സിനെ കുറച്ചൊന്ന് കുറക്കാം. നമ്മൾ മെയിനിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പോഷർ ഒരു 45 ആക്കി നോക്കാം. ഓക്കെ, 45 മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫോട്ടോഷോപ്പിലിട്ട് ടച്ച് ചെയ്യാം. അണ്ടർ 48 എടുക്കാം. മറ്റേ എക്സ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് റണ്ടർ ആവും. നമുക്കിതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യണം. അതിൻ്റെ ഈ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഈ എഡ്ജ് ഇങ്ങനെ ഷാർപ്പാക്കി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഇങ്ങനെ ഷാർപ്പാക്കി വെക്കരുത്. നമ്മളിപ്പോൾ അത് അത്യാവശ്യം സ്മൂത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഐ മീൻ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലഗിന് കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ വരക്കുമ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പ്ലഗിന് വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം പിന്നെ പ്ലഗിനില്ലാതെ ഈ ഒരു സ്ലാബിൻ്റെ എഡ്ജ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വന്നിട്ട് ഈ സ്ലാബിൻ്റെ ഏരിയ ക്ലിക്ക് ചെയ്യുക. നമ്മളെ കീബോർഡിൽ അടിച്ച് കഴിഞ്ഞാൽ ആർക്ക് ടൂൾ എനേബിൾ ആയിട്ട് വരും. ഇവിടെ റൗണ്ട് വരച്ചു കൊടുക്കുക. നമുക്ക് ഈ ലൈന് കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് അതായത് ഈ ഒരു ഷാർപ്പ്നെസ് ഒഴിവാക്കേണ്ട ഏരിയയിലുള്ള എഡ്ജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡ് ഫോളോ മീ ടൂൾ അടിക്കുക. ഈ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോളോ മീ ടൂൾ ഉണ്ടാവും. ആ ഫോളോ മീ എടുത്തിട്ട് നമ്മൾ ഈ ആർക്ക് വരച്ചില്ല അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സ്മൂത്ത് ആവും എഡ്ജ്. ഓക്കെ, ശരിക്കും ഈ പറഞ്ഞ എല്ലാ സാധനം എഡ്ജ് നമ്മൾ ഇത്ര ഷാർപ്പ്നെസ് ഉണ്ടാവില്ല നമ്മൾ സൈറ്റിൽ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ റിയൽ കേസിലോട്ട് വരുമ്പോൾ. അപ്പോൾ അത് നമുക്കെല്ലാം പിന്നെ ഇതുപോലെ സ്മൂത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വിയറലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ തന്നെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബമ്പിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ പറയുക, ഹാൻഡ്സ്കേപ്പിൽ പിന്നെ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് പ്ലഗിന് കാര്യങ്ങൾ വെച്ച് ഒന്നെങ്കിൽ ബെവൽ ടൂളോ അതല്ലെങ്കിൽ റൗണ്ട് കോർണറൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി ഞാൻ റണ്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സീന് റണ്ടർ അടിക്കല്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ സീനിലോട്ടും നമ്മൾ ആദ്യം ഇത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനതിപ്പോൾ റണ്ടർ അടിച്ച് കാണിച്ചു തന്നതാണ്. നമ്മൾ രണ്ടാമത്തെ സീന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ രണ്ടാമത്തെ സീൻ സെറ്റ് ചെയ്യുമ്പോഴേ ഇപ്പം നമ്മൾ ഫസ്റ്റ് സീനിന് വേണ്ടിയിട്ടൊരു ഫീൽഡ് ഓഫ് വ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫീൽഡ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അടുത്തിരിക്കുന്ന ഫീലില്ലേ. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫീൽഡ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സീന് സെറ്റ് ചെയ്ത് വെച്ചത് ആകെ കുളവും. കാരണം അതിന് 55 ഡിഗ്രി മതി ഫീൽഡ് ഓഫ് വ്യൂ. പക്ഷെ നമുക്ക് ഈ ഒരു കേസിൽ കുറച്ചധികം വേണം. അപ്പോൾ അതിനാണ് നമ്മൾ
ഇതിൻ്റെ കോപ്പി എടുക്കുക, സീൻ 2ൻ്റെ കോപ്പി എടുത്തിട്ട് സീൻ 3 ആയി കൊടുക്കുക. നമ്മൾ എന്താണോ പേരിൽ, ഏത് പേരിലാണോ അവിടെ സീന് സെറ്റ് ചെയ്തിട്ടുള്ള ആ പേരിൽ, ഇത് നിർബന്ധമല്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ സാധനം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സീൻ 3 ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു സീനിനെ അത് ബാധിക്കൂല. ഓക്കെ, അതിവിടെ പെർസ്പെക്റ്റീവ് ഉള്ളത് 2 പോയിന്റ് ആയി കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് അടിക്കുക. എന്നിട്ട് ലൈറ്റ് എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, എക്സ്പോഷർ. ഓക്കെ ഓക്കെ, എന്നിട്ട് അതും നമ്മൾ ആക്ച്വലി ഈ ഒരു സംഭവം നമ്മൾ മെറ്റീരിയൽ സെറ്റ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക, നമ്മൾ ഈ ഇതിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിന് 50% നമ്മൾ റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടിയും റിഫ്ലക്ഷൻ കൂട്ടി വെക്കുക. അതിനുശേഷം ഒരു മെറ്റാലിക് എഫക്റ്റിലോട്ട് കൊണ്ടുവരിക. അതിൻ്റെ കളർ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. സീൻ 3 എടുക്കുക. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സേവ് അടിക്കുക. അതിനെ റെൻഡർ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഓരോരോ സീനും സെറ്റ് ചെയ്ത് റെൻഡർ ചെയ്തെടുക്കുക. നമുക്കിവിടെ ഈ ഗ്യാപ്പ് ഒന്നും കൂടി കൂട്ടിയിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഗ്യാപ്പ് ഫില്ലായി കാണും കേട്ടോ. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്ര കൊടുത്തിരിക്കണ ഗ്യാപ്പ് 0.4 ആണ്. നമ്മളൊരു കാര്യം ചെയ്യൊരു 0.1 കൂടിയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഉണ്ടാവും ലൈന് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് 0.6 വരെയൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്കിതിൻ്റെ ലൈറ്റിങ് ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ റൊട്ടേഷനിൽ വന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനും കൂടി ഒന്ന് രണ്ടെടുത്ത് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റെൻഡേഴ്സ് വരുന്നത്. പിന്നെ ഇതാണ് റോ ആയിട്ട് റെൻഡർ ചെയ്തിട്ടുള്ള റെൻഡർ. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കഴിയുമ്പോൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഒക്കെ പക്കാക്കി എടുക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ ഇങ്ങനെ മതി. എന്താ പറയുക, നമുക്ക് ബാക്കിയൊന്നും നമുക്ക് എന്താ പറയുക, ബാക്കി ജസ്റ്റ് ഒന്ന് ഫോട്ടോഷോപ്പിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോട്ടോനെ നേരെ ഫോട്ടോഷോപ്പിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യൽ. വലിയ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. ഞാൻ കീബോർഡിനകത്ത് Ctrl+Shift അടിക്കും, ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോകും. അതിനുശേഷം ജസ്റ്റ് ഓട്ടോ കൊടുക്കും. ഓട്ടോ കൊടുക്കുമ്പോൾ തന്നെ ഒരുവിധമൊക്കെ കറക്ഷൻസ് കാര്യങ്ങളായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ രീതിക്ക് ജസ്റ്റ് ഒന്ന് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂട്ടി ജസ്റ്റ് ഷാർപ്പ്നെസ് കുറച്ചൊരു 16 വെക്കുക, 15-16 വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഹൈലൈറ്റ് ജസ്റ്റ് ഒന്ന് കുറക്കുക, എക്സ്പോഷർ കുറച്ചൊന്ന് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇത്ര മതി. ഇത് കണ്ടോ, ആഫ്റ്ററും ബിഫോറും ഇത്ര ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. ഇനി നമ്മളെ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. നമ്മൾ കൂടുതലായിട്ടൊന്നും എഡിറ്റിങ് കാര്യങ്ങളൊന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മളെ വാട്ടർമാർക്ക് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ലോഗോ ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്കെയിൽ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ട ഭാഗത്ത് കൊടുന്ന് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു കോർണറിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർമാർക്കും കൊടുന്നിട്ടിട്ട് വാട്ടർമാർക്ക് ഡ്രാഗ് ചെയ്തിടുക. Ctrl+A അടിച്ച് ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം വാട്ടർമാർക്ക് കാര്യങ്ങൾ അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് കളർ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ കളറ് മാറ്റാനായിട്ട് പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ടെക്സ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കളർ മാറ്റാം. ഇവിടെ ബ്ലാക്ക് എന്നുള്ളടത്ത് നമുക്ക് ഏത് കളറും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനും എല്ലാത്തിനും നമ്മൾ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു സിംഗിൾ ലെയറാക്കിയിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വേണ്ടി എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം പല സ്റ്റേജിൽ എനിക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കളർ ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വരും. അതിനകത്ത് ഈ ഗ്രേ ഷെയ്ഡാണ് ഇപ്പോൾ കാണുന്നത്, അവിടെ മാറ്റി വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും അത് എഫക്റ്റ് ആയിക്കോളും. ഈ ഒരു രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തെടുക്കൽ. അതിന് ശേഷം Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ട ഫോൾഡറിലോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത ഫയൽ റെഡിയാവും. ഇത്ര ഞാൻ ചെയ്യലുള്ളൂ. നമ്മൾ ഒരുപാടൊന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഒരുപാടൊന്നും ഞാൻ ചെയ്യലില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് നമ്മൾ വർക്ക് ചെയ്യൽ. ഇൻറ്റീരിയർ എക്സ്റ്റീരിയറൊക്കെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പേജ്, യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്ക് വരുന്നത്.